ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ വഴിത്തല പുറപ്പുഴ റോഡിൻ്റെ സമീപത്തുള്ള ഒരു ഏക്കർ 38 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു ചെറിയ ഒരു ഓടിട്ട വീട് കൊണ്ട് താമസിക്കാൻ പറ്റുന്ന വീട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഇതുപോലെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതുപോലെ സ്ഥലം നോക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വീടിൻ്റെ മുൻവശത്ത് വരും. ധാരാളം വെള്ളമുള്ള ഒരു സ്ഥലമാണ്. കിണറുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ പഞ്ചായത്തിൻ്റെ കണക്ഷൻ വെള്ളമുണ്ട്. ആ കണക്ഷൻ്റെ പൈപ്പാണ് ഇത് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ആഞ്ഞിലി, തേക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു 140ഓളം റബ്ബർ, ടാപ്പ് ചെയ്യുന്ന റബ്ബറുണ്ട്. ഇത് മൊത്തത്തിൽ ആ സ്ഥലത്തിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഓരോ ഡീറ്റെയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിനകത്ത് ആഞ്ഞിലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഇതിലിപ്പോൾ കാണുന്നതിൽ ഒരു വലിയ ആഞ്ഞിലിയാണ് ഈ നിൽക്കുന്നത്. ഇതുപോലത്തെ വേറെ 2-3 ആഞ്ഞിലി വേറെ ഉണ്ട്. പിന്നെ ചെറുതൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഒരു 7-8 ആഞ്ഞിലി ഇതിനകത്തുണ്ട്. റബ്ബറൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റബ്ബറാണ്. ഇപ്പം മഴയായതുകൊണ്ട് ടാപ്പ് ചെയ്യാനുള്ള. പിന്നെ തേക്കുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തേക്കാണ്. ഇതാണ് റബ്ബർ. ഇതുപോലത്തെ നല്ല റബ്ബറാണ് നിൽക്കുന്നത്. ഏകദേശം 141 റബ്ബറുണ്ട്. ഇത് മറ്റൊരു ആഞ്ഞിലി. പിന്നെ കുറച്ച് കൊടിയൊക്കെ പല സ്ഥലത്തായിട്ട് കാണാം. ഇതാണ് വീട്. ഇപ്പം നിലവിൽ വാടകക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ചെറിയ വീടാണ്. 1 ഏക്കർ 38 സെൻറ്റ് സ്ഥലമാണ്. നല്ല നിരന്ന ഒരു സ്ഥലമാണിത്. ധാരാളം വെള്ളമുണ്ട്. ഇത് വേറൊരു ആഞ്ഞിലിയാണ് നിൽക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ആഞ്ഞിലി. ഒരു 5-6 വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വെട്ടി കൊടുത്താലോ നല്ല വില കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുമാനമായിട്ടുള്ളത് കുറച്ച് കാപ്പി നിൽപ്പുണ്ട്. ഇതാണ് വീടിൻ്റെ പുറകുവശം ആയിട്ട് വരുന്നത്. പുറത്തൊരു ബാത്റൂം കാണാം. പഴയ വീടായതുകൊണ്ട് അകത്തൊന്നും ബാത്റൂം എന്തായാലും കാണില്ല. പക്ഷേ വീടിനോട് ചേർന്ന് തന്നെയാണ്. ഇപ്പം മഴയൊക്കെ ഉള്ളപ്പോഴായാലും നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല ബാത്റൂമിൽ പോകണമെങ്കിൽ. വീടിൻ്റെ പുറകുവശത്തൊക്കെ ആയിട്ട് കുറേ കാപ്പി നട്ടിട്ടുണ്ട്. എല്ലാം കായ്ക്കുന്നതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് വീടിൻ്റെ ചുറ്റുമുള്ളതാണ്. ഇത് വീടിൻ്റെ ഇപ്പുറത്തേക്ക് ഉള്ള സ്ഥലമാണിത്. ബാക്കി സ്ഥലം ഇങ്ങോട്ടാണ് കിടക്കുന്നത്. ഒരു ചെറിയ ഒരു അരുവി അതിൽ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റബ്ബറാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. അതിപ്പോൾ നിലവിൽ അവർ യൂസ് ചെയ്യണമല്ലാന്ന് തോന്നുന്നു. പക്ഷേ ധാരാളം വെള്ളമുണ്ട്. ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളം, കുടിക്കാനുള്ള വെള്ളം, അതുപോലെ എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. നിറച്ച് വെള്ളമുള്ള കിണറാണ്. പിന്നെ ഇപ്പോൾ അത് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഫുള്ള് നിറഞ്ഞ് കിടക്കണേ. എന്നാൽ പോലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടാനാണ് സാധ്യത. ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ അളവ് വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. റബ്ബർ കണ്ടോ, നല്ല വലിപ്പമുള്ള റബ്ബറാണ് നിൽക്കുന്നത്. ഇപ്പം 140 റബ്ബർ ഉണ്ടെങ്കിൽ അതിനകത്തൊരു
ഒരു 90% അത്യാവശ്യം നല്ല വലിപ്പമുള്ള റബ്ബറാണ്. ഇതാണ് കിണർ. ഇപ്പം നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ് ഫുള്ള്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ക്ലീൻ ചെയ്ത് അതിൻ്റെ സൈഡൊന്ന് കെട്ടി അല്പം പൊക്കി കെട്ടിയെടുത്താൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണറാണ്. ഇതിനകത്ത് നല്ല വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമുക്കിതിനകത്ത് ജാതി വെച്ചാലും ഇപ്പോൾ കുറേ പാഴ്മരങ്ങൾ അതും ഇതൊക്കെ കുറേ വെട്ടിക്കളഞ്ഞിട്ട് ജാതിയൊക്കെ പ്ലാന്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നല്ല നിരന്ന സ്ഥലം. വീട് ഇങ്ങനെ ഉയർന്നാണ്ടിരിക്കണത്. കല്ലൊക്കെ കെട്ടിയെല്ലാം ഇത് ചെയ്തിരിക്കുന്നത്. പഴയ കാലത്തെ വീടായതുകൊണ്ടാണ് ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് വേറൊരു വീടൊക്കെ വയ്ക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ സ്ഥലം ധാരാളം കിടപ്പുണ്ട്. മൊത്തം റബ്ബർ വെച്ചിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ടേക്കാളുമൊക്കെ ഉള്ളതിലെ ഏറ്റവും വലിയൊരു ആഞ്ഞിലിയാണിത്. ശരിക്കും ഇപ്പോൾ വീടൊക്കെ വയ്ക്കാനാണെങ്കിൽ ഇതൊക്കെ വെട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനുള്ള ആഞ്ഞിലിയാണത്. ഇതൊക്കെയാണ് ഈ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വിലയൊന്ന് നോക്കാം. ഇതിന് ഈ 1 ഏക്കർ 38 സെൻറ്റിനും ഈ ചെറിയ വീടിനും കൂടെ പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്നത് വെറും 43 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ അത് ചെറിയൊരു രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. അല്ലാതെ ഒരുപാട് പൈസ ഇതിനകത്ത് കുറയില്ല. കാരണം എല്ലാ സൗകര്യമുണ്ട്. വഴിത്തല ടൗണിലേക്കായാലും പുറപ്പുഴയ്ക്കായാലും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, 43 ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്നത്. ഇനി താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ എൻ്റെ നമ്പറാണ്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ വസ്തു കാണാനോ മറ്റെന്തെങ്കിലും വസ്തുവിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.